സോ അടുത്തതാണ് ഇൻഹിബിഷൻ തിയറി. ഐസെങ്ക് ഡെവലപ്ഡ് എ തിയറി കോൾഡ് ഇൻഹിബിഷൻ തിയറി ടു എക്സ്പ്ലെയിൻ വൈ പീപ്പിൾ ഹു ഡിഫറെൻറ്റ് അലോങ് ദ വേരിയസ് ഡയമെൻഷൻസ് ഷുഡ് ബിഹേവ് ഡിഫറെൻ്റ്ലി ഫ്രം വൺ അനദർ. ഐസെങ്ക് ഡെവലപ്പ് ചെയ്തൊരു തിയറി, അതിനെ ഇൻഹിബിഷൻ തിയറി എന്നാണ് പറയാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് പീപ്പിൾ വ്യത്യസ്തരാകുന്നത്, അലോങ് ദ വേരിയസ് ഡയമെൻഷൻ ഷുഡ് ബിഹേവ് ഡിഫറെൻ്റ്ലി ഫ്രം വൺ അനദർ. ഈ ഓരോ വേരിയസ് ഡയമെൻഷൻസിൽ അവരെന്ത് ചെയ്യാണ്, ഡിഫറെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരും ബിഹേവ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഒരു തിയറിയിലൂടെ പറയുന്നത്. അക്കോർഡിംഗ് ടു ഐസെങ്ക്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അലോങ് ദ എക്സ്ട്രാവേർഷൻ വേഴ്സസ് ഇൻട്രോവേർഷൻ ഡയമെൻഷൻസ് ആർ സ്ട്രോങ്ലി ഡിറ്റർമൈൻഡ് ബൈ heredity and have their basic origins in the cerebral cortex of the central nervous system. സോ ഐസെങ്കിനെ അക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അലോങ് ചെയ്യുന്നത് എക്സ്ട്രാവേർഷൻ വേഴ്സസ് ഇൻട്രോവേർഷൻ ആണ്. ഈ ഒരു ഡയമെൻഷൻസ് സ്ട്രോങ്ലി ഡിറ്റർമൈൻ ചെയ്യുന്നത് അവരുടെ ഹെറിഡിറ്റി ആണ്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ പാരമ്പര്യം. ആൻഡ് ഹാവ് ദിയർ ബേസിക് ഒറിജിൻസ് ഇൻ സെറിബ്രൽ കോർട്ടെക്സ് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സോ അതിന്റെ ബേസിക് ഒറിജിൻ എവിടെ നിന്നാണ്, സെറിബ്രൽ കോർട്ടെക്സിലാണ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ. ഓക്കെ, അദ്ദേഹം പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, എക്സ്ട്രാവേർഷൻ അല്ലെങ്കിൽ ഇൻട്രോവേർഷൻ ഡയമെൻഷൻസ് ഒക്കെ സ്ട്രോങ്ലി ഡിറ്റർമൈൻ ചെയ്യുന്നത് അവരുടെ ഹെറിഡിറ്റി ആണ് എന്നുള്ളതാണ്. അതായത് അവരുടെ പാരമ്പര്യമാണ്. അവരുടെ പാരമ്പര്യത്തിൽപ്പെട്ടവരുടെ ആ ഒരു ബിഹേവിയർ ആയിരിക്കും അവർക്കും ഉണ്ടാവുക. സോ അതിൻ്റെ ബേസിക് ഒറിജിൻ എവിടെ നിന്നാണ് വരുന്നത്, സെറിബ്രൽ കോർട്ടെക്സിൽ നിന്നാണ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ. ഓക്കെ, ഡ്രോയിങ് അപ്പോൺ ദ വർക്ക് ഓഫ് ടെഫ്ലോവ് 1964 ആൻഡ് പാവ്ലോവ് 1927, ഐസെങ്ക് പോയിന്റഡ് ഔട്ട് ദാറ്റ് എക്സ്ട്രോവേർട്സ് ഹാവ് റിലേറ്റീവ്ലി സ്ട്രോങ്ങർ ഇൻഹിബിറ്ററി പ്രോസസ് ആൻഡ് വെരി വീക്ക് എക്സൈറ്ററി പ്രോസസ്. ടെഫ്ലോവിൻ്റെ പാവ്ലോവിൻ്റെ വർക്ക് അനുസരിച്ച് ഐസെങ്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ എക്സ്ട്രാവേർഡ്സിന് എന്തായിരിക്കും, റിലേറ്റീവ്ലി സ്ട്രോങ് ഇൻഹിബിറ്ററി പ്രോസസ് ഉണ്ടായിരിക്കും. ഇൻഹിബിറ്റേഷൻ അവർക്ക് കൂടുതലായിരിക്കും എന്നാണ്. എക്സ്ട്രാവേർഡ്സിന് ഇൻഹിബിഷൻ കൂടുതലായിരിക്കും, പക്ഷേ അവർക്ക് എക്സൈറ്ററി പ്രോസസ്സ് വീക്ക് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ബിസൈഡ്സ് ദിയർ നെർവസ് സിസ്റ്റം ആർ സ്ട്രോങ് വിച്ച് ഫോഴ്സസ് ദം ടു ടോളറേറ്റ് എ ലാർജ് കപ്പാസിറ്റി ഓഫ് സ്റ്റിമുലേഷൻ. അവരുടെ നെർവസ് സിസ്റ്റം ആർ സ്ട്രോങ് വിച്ച് ഫോഴ്സസ് ദം ടു ടോളറേറ്റ് എ ലാർജ് കപ്പാസിറ്റി ഓഫ് സ്റ്റിമുലേഷൻ. ഒരുപാട് സ്റ്റിമുലേഷൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അതിനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, അവരെ ഫോഴ്സ് ചെയ്യാണ് എന്നുള്ളതാണ്. ഇൻട്രോവേർട്സ് ഓൺ ദ അതർ ഹാൻഡ്, ഇൻട്രോവേർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഹാവ് വെരി സ്ട്രോങ് എക്സൈറ്ററി പ്രോസസ്, അവർക്ക് നല്ല എക്സൈറ്ററി പ്രോസസ് ഉണ്ടായിരിക്കും. ആൻഡ് വീക്ക് ഇൻഹിബിറ്ററി പ്രോസസ്, അവർക്ക് ഇൻഹിബിറ്ററി പ്രോസസ് വീക്ക് ആയിരിക്കും. അപ്പാർട്ട് ഫ്രം ദിസ്, ദർ നെർവസ് സിസ്റ്റം ഈസ് വീക്ക് വിച്ച് മീൻസ് ദാറ്റ് ദേ ഹാവ് എ സ്മോൾ കപ്പാസിറ്റി ടു ടോളറേറ്റ് സ്റ്റിമുലേഷൻ. അതിൻ്റെ കാരണം എന്താണ്, അവർക്ക് ഒരുപാട് സ്റ്റിമുലേഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രോവേർട്സിന് ഒരുപാട് സ്റ്റിമുലേഷൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇൻട്രോവേർട്ടായിട്ട് മാറുന്നത്. അവർക്ക് വീക്ക് ഇൻഹിബിറ്ററി പ്രോസസ് ആണ് ഉണ്ടായിരിക്കുക, പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള എക്സൈറ്ററി പ്രോസസ് ഉണ്ടായിരിക്കും. അവരുടെ സ്റ്റിമുലേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാൻ അവർക്ക് കഴിവില്ല. സോ അവർക്ക് സ്മോൾ കപ്പാസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ദിസ് ദ ബ്രെയിൻ ഓഫ് എക്സ്ട്രാവേർട്സ് റിയാക്ട് മോർ സ്ലോലി ആൻഡ് വീക്ക്ലി ടുവേർഡ്സ് സ്റ്റിമുലൈ, thereby creating a strong desire for strong sensory stimulation which causes them to seek excitement by going to parties, making new friends and attending to various type of meeting, etc. സോ ദ എക്സ്ട്രാവേർട്ടിൻ്റെ ബ്രെയിൻ റിയാക്ട് ചെയ്യും. ഒരുപാട് സ്ലോ ആയിട്ടാണ് ഇവർ റിയാക്ട് ചെയ്യുക. സ്റ്റിമുലായി വരുന്ന സമയത്ത് ഇവർ വളരെ സ്ലോ ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. ഓക്കെ, ആ സമയത്ത് അവരെന്താ ചെയ്യുക, ക്രിയേറ്റിംഗ് എ സ്ട്രോങ് ഡിസയർ, അവരൊരു സ്ട്രോങ് ഡിസയറാണ് ഉണ്ടാക്കുക, സ്ട്രോങ് സെൻസറി സ്റ്റിമുലേഷൻ ആണ് ഉണ്ടാക്കുക, വിച്ച് കോസസ് ദം ടു സീക്ക് എക്സൈറ്റ്മെൻറ്റ്. അവർക്ക് എക്സൈറ്റ്മെൻ്റ് ആണ് വേണ്ടത്. സോ അവരെന്ത് ചെയ്യും, സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ ഉണ്ടാക്കും, സ്ട്രോങ് സെൻസറി സ്റ്റിമുലേഷൻ ആണ് അവരുണ്ടാക്കുക. സോ അതെന്ത് ചെയ്യും, ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അവരെന്ത് ചെയ്യുക, തിരയുക. സോ എക്സൈറ്റ്മെൻറ്റ് തിരയുന്നത് കൊണ്ട് തന്നെ അവർ പാർട്ടീസിലേക്ക് പോകും, മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്, പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. ആൻഡ് അറ്റൻഡിങ് ടു വേരിയസ് ടൈപ്പ് ഓഫ് മീറ്റിംഗ്, ഒരുപാട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഓൺ ദ അതർ ഹാൻഡ്, ഇൻട്രോവേർട്സ് ആർ more cortically aroused and their brains react quickly and strongly to stimuli. സോ ഇൻട്രോവേർട്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അവർ കോർട്ടിക്കലി അറൗസ്ഡ് ആണ്. ആൻഡ് ദിയർ ബ്രെയിൻസ് ആർ റിയാക്ട് ക്വിക്ക്ലി ആൻഡ് സ്ട്രോങ്ലി ടു സ്റ്റിമുലായി. ഇൻട്രോവേർട്സിൻ്റെ സ്റ്റിമുലായി പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യും, ക്വിക്ക്ലി റിയാക്ട് ചെയ്യും. സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ സ്റ്റിമുലൈയുടെ എതിരെ അവരെന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. സോ ആസ് സച്ച് ദേ ടോളറേറ്റ് റിലേറ്റീവ്ലി സ്മോൾ എമൗണ്ട് ഓഫ് സ്റ്റിമുലേഷൻ. സോ വളരെ സ്മോൾ എമൗണ്ട് ഓഫ് സ്റ്റിമുലൈയിൽ മാത്രമേ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Consequently, strong stimulation from the environment proves to be aversive for them and they tend to spend more time in aloof activities like reading, writing, playing, chess, etc. ഒറ്റപ്പെട്ട ആക്ടിവിറ്റീസിലാണ് കൂടുതലായിട്ടും അവർ ഫോക്കസ് ചെയ്യുക. അത് അവർക്ക് സ്ട്രോങ് സ്റ്റിമുലേഷൻ ഉള്ളതുകൊണ്ടാണ്. ഒരുപാട് സ്റ്റിമുലേഷൻസിനുള്ള കപ്പാസിറ്റി അവരുടെ ബ്രെയിനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് വരുന്ന സ്റ്റിമുലൈസിന് അവർ സ്ട്രോങ് ആയിട്ട് തന്നെ റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ടുള്ള ആക്ടിവിറ്റീസിലാണ് കൂടുതലായിട്ടും അവർ എന്ത് ചെയ്യുക, ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് റീഡിങ്, റൈറ്റിംഗ്, പ്ലേയിങ് ചെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻഹിബിഷൻ തിയറി പറയുന്നത്.
ഓക്കെ, ഇനി എന്താണ് അറൗസൽ തിയറി നോക്കാം. റീസെൻ്റ്ലി ഇൻഹിബിഷൻ തിയറി ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ അറൗസൽ തിയറി ബൈ ഐസെങ്ക് ബിക്കോസ് ഇൻഹിബിഷൻ ആൻഡ് എക്സൈറ്റേഷൻ ആൽദോ വെർ വെരി യൂസ്ഫുൾ കൺസെപ്റ്റ് വെർ ഫൗണ്ട് ടു ബി എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു അസസ്. അതായത് ഈ ഒരു അടുത്ത കാലത്ത് തന്നെ ഇൻഹിബിഷൻ തിയറി എന്ത് ചെയ്തു, അദ്ദേഹം റീപ്ലേസ് ചെയ്തു, അറൗസൽ തിയറി അവിടെ കൊണ്ടുവച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഹിബിഷനും അതുപോലെ എക്സൈറ്റേഷനും ഒക്കെ യൂസ്ഫുൾ കൺസെപ്റ്റ് ആണ്. വെർ ഫൗണ്ട് ടു ബി എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു അസസ്, അത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആണ് അത് മനസ്സിലാക്കാൻ, അസസ് ചെയ്യാൻ. Arousal theory has the advantages of identifying the psychological system underlying individual differences in extraversion versus introversion and neuroticism versus stability. Arousal theory അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും സൈക്കോളജിക്കൽ സിസ്റ്റംസ്, അതിൻ്റെ അണ്ടർലൈങ് ഇൻഡിവിജ്വൽ ഡിഫറൻസസും, എക്സ്ട്രാവേർഷൻ അല്ലെങ്കിൽ ഇൻട്രാവേർഷൻ അല്ലെങ്കിൽ ന്യൂറോട്ടിസം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അക്കോർഡിംഗ് ടു അറൗസൽ തിയറി അനുസരിച്ച് ഡിഫറൻസസ് ഇൻ ദ ബിഹേവിയർ ഓഫ് ഇൻട്രോവേർട്സ് ആൻഡ് എക്സ്ട്രോവേർട്സ് ആർ ഡ്യൂ ടു ദ വേരിയസ് പാർട്സ് ഓഫ് ascending reticular activating system ARAS, ARAS, which is network of fiber going upward from the lower brain stem to the thalamus and cortex. സോ അക്കോർഡിംഗ് ടു അറൗസൽ തിയറി അനുസരിച്ച് നമ്മുടെ ബിഹേവിയർ ഓഫ് ഇൻട്രോവേർട്സ്, അതായത് ഇൻട്രോവേർട്സിൻ്റെ എക്സ്ട്രാവേർട്ടിൻ്റെ ബിഹേവിയറിൻ്റെ മാറ്റം, ഇൻട്രോവേർട്സും എക്സ്ട്രാവേർട്സിൻ്റെയും പേഴ്സണാലിറ്റിയുടെ മാറ്റം എന്നുള്ളത് എന്തിൻ്റെ ബേസിലാണെന്നുള്ളതാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അറൗസൽ തിയറി അനുസരിച്ച് ഇൻട്രോവേർട്സും എക്സ്ട്രോവേർട്സും എന്തുകൊണ്ടാണ് രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള മെൻറ്റാലിറ്റി ഉണ്ടാകുന്നത്, പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അസെൻഡിങ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ സംഭവിക്കുന്നത്. അറാസ് വിച്ച് ഈസ് നെറ്റ്വർക്ക് ഓഫ് ഫൈബർ ആണ്, അത് നെറ്റ്വർക്ക് ഓഫ് ഫൈബർ ആണ് ഗോയിങ് അപ്വേർഡ് ഫ്രം ദ ലോവർ ബ്രെയിൻ, അതായത് നമ്മുടെ ലോവർ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്നും തലാമസിലേക്കും കോർട്ടെക്സിലേക്കും അപ്വേർഡിലേക്ക് പോകുന്ന ഫൈബർ ആണ് ഇതിന് കാരണം എന്നുള്ളതാണ്. അതായത് അസെൻഡിങ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആണ് ഈ ഒരു ഇതിന് കാരണം എന്നുള്ളതാണ്. സം അതർ ഫൈബേഴ്സ് descend from the lower brain stem which influence the activities of bodily muscles and autonomic nervous system. ചില ഫൈബേഴ്സ് താഴോട്ടാണ് വരുന്നത്, ഡിസെൻഡ്ലി ആണ് വരുന്നത്, അത് ലോവർ ബ്രെയിൻ സ്റ്റെമ്മിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ബോഡിലി മസിൽസിലേക്കും അതുപോലെ ഓട്ടോണോമസ് നെർവസിൻ്റെ ഫംഗ്ഷൻസും മസിൽസിൻ്റെ ഫംഗ്ഷൻസും ബോഡിലി ഫംഗ്ഷൻസും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ബോഡിലി മസിൽസിൻ്റെ അതുപോലെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസും ഒക്കെയാണ് അവർ ഡിസെൻഡിങ് ഫൈബേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം സച്ച് ഡിസെൻഡിങ് ഫൈബേഴ്സ് ക്യാൻ ആൾസോ മോഡുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ദ ബ്രെയിൻ സ്റ്റെം. സോ ഈ ഒരു ഡിസെൻഡിങ് ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മോഡുലേറ്റ് ചെയ്യുന്നുണ്ട് ചില ആക്ടിവിറ്റീസ് ഓഫ് ദ ബ്രെയിൻ സ്റ്റെം, ഒരു ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ആക്ടിവിറ്റീസും. സോ ദിസ് ദ റിലേഷൻ ബിറ്റ്വീൻ അറാസ് ആൻഡ് കോർട്ടെക്സ് ബിക്കം റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് അറാസ് ആക്ടിവേറ്റ് ദ കോർട്ടെക്സ് വിച്ച് ഇൻ ടേൺ ഇൻഫ്ലുവൻസ് അറാസ് എയ്തർ ബൈ ഇൻക്രീസിങ് ഓർ ഇൻഹിബിറ്റിംഗ് ദ എക്സൈറ്റബിലിറ്റി. സോ ഈ ഒരു അറാസിൻ്റെയും കോർട്ടെക്സിൻ്റെയും റിലേഷൻ എന്ന് പറയുന്നത് റെസിപ്രോക്കലാണ്. സോ അറാസ് ആണ് എന്ത് ചെയ്യുന്നത്, കോർട്ടെക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നത് എയ്തർ ബൈ ഇൻക്രീസിങ് ഓർ ഇൻഹിബിറ്റിംഗ് ദ എക്സൈറ്റബിലിറ്റി ഒന്നെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ കുറക്കുക എന്നുള്ളതാണ് അറാസിൻ്റെ ജോലി. സോ ഒന്നെങ്കിൽ നമ്മൾ എക്സൈറ്റഡ് ആയിരുന്ന സമയത്തും നമ്മൾ എക്സൈറ്റഡ് അല്ലാത്ത സമയത്തും എല്ലാം എന്ത് ചെയ്യും, അറാസാണ് എന്ത് ചെയ്യുന്നത്, കോർട്ടെക്സിനെ നിയന്ത്രിക്കുന്നത്, കോർട്ടെക്സിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നത്. സോ നമ്മൾ എക്സൈറ്റ് ആകുന്ന സമയത്ത്, അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഡോഗിനെ കാണുന്ന സമയത്ത് നമ്മൾ എക്സൈറ്റ് ആവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ അറാസ് എന്ത് ചെയ്യും, കോർട്ടെക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കും. നമ്മുടെ എക്സൈറ്റബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കോർട്ടെക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അറാസാണ്. സോ എക്സൈറ്റബിലിറ്റി കുറയ്ക്കേണ്ട സമയത്ത് എന്ത് ചെയ്യും, അറാസ് എന്ത് ചെയ്യും, കോർട്ടെക്സിനെ എക്സൈറ്റബിലിറ്റി കുറക്കാനും സഹായിക്കും. ഓക്കെ, so Eysencks was of view that introverts have innately higher level of arousal than extroverts. Eysencks വ്യൂ അനുസരിച്ച് ഇൻട്രോവേർട്സ് innately higher level of arousal than extroverts. എക്സ്ട്രാവേർട്സിനെക്കാളും കൂടുതൽ അറൗസൽ ആർക്കാണുള്ളത്, ഇൻട്രോവേർട്സിനാണ്. ഇന്നേറ്റ്ലി ഹയർ ലെവൽ ഓഫ് അറൗസൽ ഉള്ളത് ആർക്കാണ്, ഇൻട്രോവേർട്സിനാണ്. ആസ് എ റിസൾട്ട് ദേ ആർ മോർ ലൈക്ലി ടു ബി സെൻസിറ്റീവ് ടു സ്റ്റിമുലേഷൻ. അവരെന്താണ്, സെൻസിറ്റീവ് ആണ്, സ്റ്റിമുലേഷന് അവർ കൂടുതൽ സെൻസിറ്റീവ് ആണ്. ഇൻ അറൗസൽ തിയറി ഐസെങ്ക് ടെൻഡ് ടു മേക്ക് ഇറ്റ് എക്സ്പ്ലിസിറ്റ് ദാറ്റ് ദ സീറ്റ് ഓഫ് ന്യൂറോട്ടിസം ലൈസ് ഇൻ വിസറൽ ബ്രെയിൻ ഓർ ലിംബിക് സിസ്റ്റം. All structures of visceral brain such as hippocampus, amygdala, cingulum, septum and hypothalamus are involved in generating emotionally. വിസറൽ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ആയിട്ടുള്ള ഹിപ്പോ ക്യാമ്പസ്, അമിഗ്ഡാല, സിംഗുലം, സെപ്റ്റം ആൻഡ് ഹൈപ്പോതലാമസ് ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇമോഷണലി ജനറേറ്റ് ചെയ്യാൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സിൻസ് വിസറൽ ബ്രെയിൻ ആൻഡ് അറാസ് ആർ ഓൺലി പാർഷ്യലി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഈച്ച് അതർ. സോ ഇതിനകത്ത് വിസറൽ ബ്രെയിനും അതുപോലെ അറാസും പാർഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, രണ്ടാളും തമ്മിൽ പാർഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് വിസറൽ ബ്രെയിനും അറാസും പാർഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. കോർട്ടിക്കൽ ആൻഡ് ഓട്ടോണോമിക് അറൗസൽ ക്യാൻ ആൾസോ പ്രൊഡ്യൂസ്ഡ് ബൈ ആക്ടിവിറ്റീസ് ഓഫ് ദ വിസറൽ ബ്രെയിൻ. സോ കോർട്ടിക്കലും അതുപോലെ
ഓട്ടോണമിക് അറൗസലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വിസറൽ ബ്രെയിൻ്റെ ആക്ടിവിറ്റീസിനെ. ഇൻ പർട്ടിക്കുലർ സച്ച് ആക്ടിവിറ്റീസ് പ്രൊഡ്യൂസ് അറൗസൽ ഇൻ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ചില ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ഉണർത്തും. കോസിങ് ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്, അതെന്ത് ചെയ്യും, ഹാർട്ട് റേറ്റ് കൂട്ടും, ബ്രീത്തിങ് റേറ്റ് കൂട്ടും, ലോസ് ഓഫ് ഡൈജഷൻ കുറക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ അറൗസൽ കൂട്ടിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. ഏതൊക്കെ, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, ബ്രീത്തിങ് റേറ്റ് കൂടും, അതുപോലെ ഡൈജഷൻ കുറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പീപ്പിൾ ഷോയിങ് ഹയർ ഡിഗ്രി ഓഫ് ന്യൂറോട്ടിസിസം ജനറലി ഹാവ് ലോവർ ത്രെഷോൾഡ് ഫോർ ആക്ടിവിറ്റി ഇൻ വിസറൽ ബ്രെയിൻ. ഏത് ആളുകൾക്കാണോ ഹയർ ഡിഗ്രി ഓഫ് ന്യൂറോട്ടിസം ഉള്ളത്, ജനറലി ഹാവ് ലോവർ ത്രെഷോൾഡ്, അവർക്ക് ലോവർ ത്രെഷോൾഡ് ആയിരിക്കും ഫോർ ആക്ടിവിറ്റി ഇൻ വിസറൽ ബ്രെയിൻ. അവരുടെ വിസറൽ ബ്രെയിൻ്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യും, ലോവർ ത്രെഷോൾഡിലായിരിക്കും ആക്ടിവിറ്റി ചെയ്യാം. സോ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ഓഫ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, അവരുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഗ്രേറ്റർ ആയിരിക്കും, കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ദ റീസൺ വൈ ന്യൂറോട്ടിക്സ് ആർ ഇന്നേറ്റ്ലി മോർ റിയാക്റ്റീവ് റാദർ ഓവർ റിയാക്ടിങ് ടു ഈവൻ മൈൽഡ് ഫോംസ് ഓഫ് സ്റ്റിമുലേഷൻ. അതുകൊണ്ടാണ് ന്യൂറോട്ടിക്സ് ഇന്നേറ്റ്ലി കൂടുതൽ റിയാക്റ്റീവ് ആവുന്നത്, ഓവർ റിയാക്റ്റിംഗ് ആവുന്നത് ഈവൻ മൈൽഡ് ഫോംസ് ഓഫ് സ്റ്റിമുലേഷൻ. ചില ചെറിയ സ്റ്റിമുലേഷന് വരെ അവർ കൂടുതലായിട്ടും റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. അതാണ് ന്യൂറോട്ടിസം കൂടിയുള്ള പ്രശ്നം. ഓക്കെ, ഏതിൻ്റെയും ഹയർ ഡിഗ്രി ആണ് ന്യൂറോട്ടിസം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അവർ ലോവർ ത്രെഷോൾഡ് ഫോർ ആക്ടിവിറ്റി ഇൻ വിസറൽ ബ്രെയിൻ, അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയും അതുപോലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കൂടുതലായിട്ട് വർക്ക് ചെയ്യുകയും അവരുടെ ഹാർട്ട് റേറ്റ് കൂടും, അതുപോലെ അവരുടെ ബ്രീത്തിങ് റേറ്റ് കൂടും, അവരുടെ ഡൈജഷൻ ലോസ് ചെയ്യും. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും അഗ്രസീവ് ബിഹേവിയർ കാണിക്കും, അവരെന്ത് ചെയ്യും, കൂടുതലായിട്ടും ഓവർ റിയാക്ടിങ് ചെയ്യും, ഈവൻ ചെറിയ സ്റ്റിമുലേഷന് വരെ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് അറൗസൽ തിയറിക്കകത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ക്ലാസ് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് അടുത്തൊരു തിയറിയായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.